ബന്ധം തുടരണമോ അതോ ഉപേക്ഷിക്കണമോ? ബന്ധം തുടരണമോ വിടണമോ എന്ന തീരുമാനം നമ്മളിൽ ഓരോരുത്തർക്കും എടുക്കേണ്ട ഏറ്റവും നിർണായകവും വേദനാജനകവുമായ തീരുമാനങ്ങളിൽ ഒന്നാണ്. ഏതൊരു ദിവസവും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ദൈനംദിന ജീവിതം തുടരുമ്പോൾ ഈ വിഷയം മനസ്സിൽ രഹസ്യമായി ചിന്തിച്ചുകൊണ്ടിരിക്കും. അവരുടെ കൂടെയുള്ള പങ്കാളികൾക്ക് പോലും അതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ ഈ മഹത്തായ തീരുമാനം അവരുടെ മനസ്സിൽ ഭാരമായിരിക്കാം. ഈ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ മുമ്പിലേതിലും കൂടുതൽ സാധാരണമായിരിക്കാം. നമ്മൾ സ്നേഹത്തിൽ ആഴമായി സന്തുഷ്ടരാകുമെന്ന് പ്രതീക്ഷിക്കുന്നു, അതിനാൽ തന്നെ സമയം ചെലവഴിക്കുന്നു. നമ്മുടെ ബന്ധങ്ങൾ ലക്ഷണാത്മകമായി സാധാരണ കാലഘട്ട ബന്ധങ്ങളാണോ, സാംസ്കാരികവും മാനസികവുമായ അസംതൃപ്തികളിലൂടെ നേരിട്ട് വരുന്നവയാണോ, അല്ലെങ്കിൽ അതിവിശിഷ്ടമായ പാത്തോളജിക്കൽ മാതൃകകളാൽ അടക്കം ചെയ്യപ്പെട്ടവയാണോ? അത് നമ്മെ എത്രയും വേഗം വിടുമെന്ന തീരുമാനത്തിലേക്ക് തള്ളുമോ എന്നത് ഞങ്ങൾ അന്വേഷിക്കുന്നു. നമുക്ക് കാണിച്ച സിനിമകളും നോവലുകളും സുഹൃത്തുക്കളുടെ നിലാവസ്ഥ, ബഹുഭൂരിപക്ഷ ബന്ധങ്ങൾ, പുതിയ ലൈംഗിക ആവശ്യങ്ങൾ പ്രേരിപ്പിക്കുന്ന ഡേറ്റിംഗ് ആപ്പുകൾ സൃഷ്ടിക്കുന്ന ശബ്ദത്തിൻ്റെ വൈകൃതി, കൂടാതെ നമുക്ക് ലഭിച്ച ഉറക്കത്തിൻ്റെ അളവ്, ഇവ എല്ലാം നമ്മെ ഒന്നോ മറ്റു ദിശയിലോ സഭ്യമായി സ്വാധീനിക്കാം എന്നും അപ്രതീക്ഷിതമായി വലിയ പങ്കുവഹിക്കാമെന്നും തോന്നുന്നു. മതങ്ങൾ ദൈവം അനുഗ്രഹിച്ച ബന്ധങ്ങളെ പിരിച്ചുവിടുന്നതിന് ശക്തമായി എതിർക്കുമായിരുന്നു. സമൂഹവും വേർപിരിയലുകളെ ശക്തമായി അംഗീകരിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. വേർപിരിയുന്നവരെ വർഷങ്ങളോളം അപമാനത്തിൻ്റെയും നാണക്കേടിൻ്റെയും നിഴലിൽ ജീവിക്കാൻ സമൂഹം നിർബന്ധിതമാക്കുമായിരുന്നു. കൂടാതെ മാതാപിതാക്കളുടെ ബന്ധം അവസാനിപ്പിച്ചാൽ കുട്ടികൾ ആഴത്തിൽ ശാശ്വതമായി മാനസികമായി മുറിവേൽക്കുമെന്നും മനഃശാസ്ത്രജ്ഞർ വിശദീകരിക്കുമായിരുന്നു. എന്നാൽ ഒന്നൊന്നായി ഒരു ബന്ധം അവസാനിപ്പിക്കുന്നതിനെതിരായ ഈ വാദങ്ങളും എതിർപ്പുകളും ഇല്ലാതായി തുടങ്ങി. അതിനെക്കുറിച്ച് അധികം ശ്രദ്ധിക്കുന്നില്ല. കൂടാതെ മനഃശാസ്ത്രജ്ഞർ ഇപ്പോൾ പതിവായി പറയുന്നത് കുട്ടികൾ ഒരു അസന്തുഷ്ട കുടുംബത്തേക്കാൾ തകർന്ന കുടുംബത്തെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുക എന്നതാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഭാരം പൂർണ്ണമായും നമ്മുടെ മേൽ വീഴുന്നു. താമസിക്കണോ വിട്ടുപോകണോ എന്ന് നിർണ്ണയിക്കുന്ന ഏക കാര്യം നമ്മുടെ വികാരങ്ങളാണ്. എന്നാൽ അത് സ്വയം മനസ്സിലാക്കുക വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. കാരണം നമ്മുടെ വികാരങ്ങൾക്ക് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയും യുക്തിസഹമായ വർഗീകരണത്തിനുള്ള ഏതൊരു ശ്രമത്തെയും ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. പ്രഭാതത്തിലെ നിശബ്ദ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഒഴിവുമുറിയിലെ സോഫയിൽ ശാന്തമായിരിക്കുമ്പോൾ മനസ്സിനുള്ളിൽ തന്നെ നടത്താവുന്ന ഒരു ചെക്ക് ലിസ്റ്റ് പോലെയുള്ള സംഭാഷണം. നമ്മുടെ അസന്തോഷത്തിൽ എത്രത്തോളം ഈ പങ്കാളി നേരിട്ട് കാരണക്കാരനാണ്? തീർച്ചയായും പ്രശ്നങ്ങൾക്ക് കാരണം എപ്പോഴും അവരാണെന്ന് തോന്നാം. എങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും നാമും ചെറിയ തോതിൽ എന്തെങ്കിലും സംഭാവന ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മോടൊപ്പം കഴിയുകയോ ഇടപെടുകയോ ചെയ്യുന്നത് ചിലപ്പോൾ എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് വിനയത്തോടെ സ്വയം ചോദിക്കണം. നമ്മുടെ മുൻകാല പങ്കാളികളിലോ പരിചയക്കാരിലോ ഉണ്ടായിരുന്ന അസഹനീയമായ സ്വഭാവങ്ങൾ ഓർക്കുക. നമ്മുടെ ഇപ്പോഴത്തെ പങ്കാളിക്ക് അവയില്ലെങ്കിൽ നാം എന്തെല്ലാം കാര്യങ്ങളിലാണ് വഴക്കിടാതെ മുന്നോട്ടു പോകാൻ കഴിയുന്നത്? പുതിയ ആകർഷണങ്ങളെയോ ക്രഷുകളെയോ കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കാൻ തുടങ്ങുക. പ്രത്യേകിച്ച് അവരെ കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നതിലൂടെ. നമ്മുടെ ചുറ്റുപാടിലുള്ള അവിവാഹിതരായ ആളുകൾ, പ്രത്യേകിച്ച് പുതിയ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നവർ, ദിവസേന എത്രത്തോളം ആകർഷകവും ബുദ്ധിശാലികളുമായ ആളുകളെ കണ്ടുമുട്ടുന്നു എന്ന് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക. നിങ്ങളുടെ പങ്കാളിയുമായി വീണ്ടും ഒരു സംഭാഷണം നടത്താൻ ശ്രമിക്കുക. അതിൽ അവരെ കള്ളം പറയുന്നവരാണെന്ന് ആരോപിക്കാതെ പകരം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ തോന്നുന്നു എന്നും ചില കാര്യങ്ങൾ നിങ്ങളെ എത്രമാത്രം ദുഃഖിപ്പിക്കുന്നു എന്നും ശാന്തമായി വിശദീകരിക്കുക. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഏതൊരു ദമ്പതികൾക്കും മികച്ച ലൈംഗിക ജീവിതം ഉണ്ടാകുന്നത് എത്രത്തോളം സാധാരണമാണെന്ന് സ്വയം ചോദിക്കുക. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പരിചിതമായ ഒരു തരത്തിലുള്ള അസന്തോഷം വിട്ട് പുതിയതും കൂടുതൽ സങ്കീർണവുമായ മറ്റൊരു തരത്തിലുള്ള അസന്തോഷത്തിലേക്ക് മാറാനുള്ള അപകട സാധ്യത നേരിടാൻ തയ്യാറാണോ എന്ന് സ്വയം ചോദിക്കുക. അനുഭവത്തേക്കാൾ പ്രതീക്ഷ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക.
അതിനുശേഷവും നിങ്ങൾക്ക് ബന്ധം വിട്ടുപോകണമെന്ന ശക്തമായ തോന്നൽ തുടരുകയാണെങ്കിൽ പിന്നീട് ഖേദിക്കാനുള്ള സാധ്യത കുറയും. ഭാരമുള്ള ഹൃദയത്തോടെയും ജാഗ്രതയുള്ള മനസ്സോടെയും ബന്ധം വിടുക.